പൊങ്കാല ദിവസം മസ്ജിദുകളും വീടുകളും ഭക്തർക്കായി തുറന്നു കൊടുക്കണമെന്ന് പാളയം ഇമാം ഡോക്ടർ സുഹൈബ് മൗലവിയുടെ പ്രസംഗം വലിയ ചർച്ചയായിരുന്നല്ലോ. മതമൈത്രിയുടെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ശബ്ദമായിരുന്നു അത്. റഹീസ് റഷീദുണ്ട് പാളയം ഇമാമിനൊപ്പം നമ്മളോടൊപ്പം ചേരുകയാണ്. റഹീസ്, ആ വാക്കുകളെ ഹൃദയം കൊണ്ടാണ് കേരളം കേട്ടത്. യാതൊരു തരത്തിലുള്ള വൈരാഗ്യബുദ്ധിക്കോ വേർതിരിവിനോ ഇടമില്ലാത്ത ഇടമാണ് നമ്മുടെ കേരളമെന്നും ഇതാണ് നമ്മുടെ കേരളത്തിന്റെ യഥാർത്ഥ കഥയെന്നും നമ്മളോട് വൈരാഗ്യബുദ്ധിയോടെ നമ്മളോട് പെരുമാറുകയും നമ്മളെപ്പറ്റി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് മുന്നിൽ വെക്കാൻ നമുക്ക് ഈ പൊങ്കാലക്കാലത്ത് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സ്നേഹം നിറഞ്ഞ വാക്കുകളാണ് പാളയം ഇമാമിൻ്റേത്. മാധു, അങ്ങനെയാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ കേരള സ്റ്റോറി പറയുമ്പോൾ അതിന്റെ ഒന്നാമത്തെ ഉദാഹരണമായി പറയാൻ പറ്റുന്ന സ്ഥലമാണ് നമ്മൾ നിൽക്കുന്ന പാളയം. മാധുവിനറിയാം, ഇത് പാളയം ജുമാ മസ്ജിദാണ്. തൊട്ടപ്പുറത്തുള്ളത് ശ്രീവിനായക ക്ഷേത്രമാണ്. തൊട്ടപ്പുറത്ത് ലാറ്റിൻ പള്ളി, ഒരു ക്രിസ്ത്യൻ ചർച്ചും കൂടെയുള്ള അങ്ങനെ ഒരു സ്ഥലം കൂടിയാണ് ഈ പാളയം എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് അല്ലേ? ഭയങ്കര മനോഹരമായ ഒരു സ്ഥലം കൂടിയാണിത്. തീർച്ചയായും ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു പ്രതീകമായി, കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ഒരു പ്രതീകമായിട്ട് ലോകത്തിന്റെ മുമ്പിൽ തന്നെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് പാളയം എന്ന് പറയുന്നത്. ഇതുപോലുള്ള ഒരുപാട് പ്രദേശങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ ഒരേ ചുമര്, രണ്ട് ആരാധനാലയങ്ങൾ ഒരേ ചുമര് പങ്കിടുന്ന പ്രദേശങ്ങൾ അപൂർവമായിരിക്കും, അതല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പള്ളികളെല്ലാം സജ്ജമാക്കണമെന്ന് പറഞ്ഞ ആ കുത്തുബ ഭയങ്കരമായി ആളുകൾ ഏറ്റെടുത്തു. അതായത് പള്ളികളുടെ ഈ കമ്മ്യൂണിറ്റി ഹാളുകളെ, വിശ്രമ മുറികളെ, അത് നമ്മളെല്ലാ പള്ളികളിലെ കമ്മ്യൂണിറ്റി ഹാളുകളിൽ അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം എല്ലാ പൊങ്കാലയുടെ ഭാഗമായിട്ടും നമ്മൾ അങ്ങനെ നൽകാറുണ്ട്. പക്ഷെ ഈ വർഷം റമളാനാണല്ലോ, അപ്പോൾ വിശ്വാസികളൊക്കെ ഒരു പ്രത്യേക ഷെഡ്യൂളിലാണല്ലോ പോകുന്നത്. അപ്പോൾ ഈ നഗരത്തിലേക്ക് അതിഥികളായിട്ട് വരുന്ന ആളുകൾ, വിശ്വാസങ്ങളൊക്കെ വ്യത്യസ്തമാണെങ്കിലും റമദാൻ മാസം ആയതുകൊണ്ട് എല്ലാ കാലവും കൊടുക്കുന്നത് പോലെ ഭക്ഷണം കൊടുക്കാമോ വെള്ളം കൊടുക്കാമോ എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ റമദാനാണെന്ന് കരുതണ്ട എന്നുകൂടി ഉദ്ദേശിച്ചിട്ടുണ്ടെന്നോ? അതല്ല, ഞാൻ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം എന്ന് പറഞ്ഞാലേ, ഈ സത്യത്തിൽ ഇവര് വരുന്നത് രാത്രിയാണ്. ഇന്നലെ രാത്രി നമ്മുടെ ഈ സഹോദരിമാര് വന്നിട്ടുണ്ട്. അപ്പൊ രാത്രി നമ്മളൊക്കെ നോമ്പ് തുറക്കുന്ന സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നോമ്പ് തുറ വിഭവങ്ങൾ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ വെജിറ്റേറിയൻ കഞ്ഞി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ ഉള്ളത്. അപ്പോൾ അതൊക്കെ ശരിക്കും ഈ പൊങ്കാലയ്ക്ക് വരുന്ന ആളുകൾക്ക് ആവശ്യമാണെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടുത്താമെന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ കുടിവെള്ളം, പള്ളിയിലെ കുടിവെള്ളം അവർക്ക് ശേഖരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഈ പള്ളിയിലെ ശുചിമുറികൾ, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ഇതൊക്കെ എല്ലാ കൊല്ലവും പ്രയോജനപ്പെടുത്താൻ. ഇപ്പോൾ റമളാനാകുമ്പോൾ ആളുകൾ ഒരു പ്രത്യേക ഷെഡ്യൂളിൽ മുന്നോട്ട് പോകാനല്ലോ. അപ്പോൾ ആ ഒരു ഷെഡ്യൂള് നമ്മുടെ ഈ അതിഥികളായിട്ട് നഗരത്തിലേക്ക് വരുന്ന ആളുകൾക്ക് അസൗകര്യമാവുന്ന ഒരു രീതിയിലാവരുത് എന്നതാണ് നമ്മൾ ആ പ്രസംഗത്തിൽ പറഞ്ഞത്. ഇന്നലെ വൈകിട്ടൊക്കെ മണക്കാട് പള്ളിയിലാണെങ്കിൽ നോമ്പ് കഞ്ഞി കുടിക്കാൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്ന ഇഷ്ടം പോലെ ആളുകളുണ്ടായിരുന്നു. വൈകിട്ട് അവിടെ പള്ളിയുടെ മുകളിൽ കുറെ ആളുകൾ കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയും കുറച്ച് ആളുകൾ രാത്രി വന്നിട്ടുണ്ട്. ഇവിടെയും നമ്മൾ പ്രത്യേകമായിട്ട് അവർക്ക് പന്തൽ സജ്ജീകരിച്ചിരുന്നു. പന്തൽ തന്നെ അവർക്ക് പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിരുന്നു. ഇപ്പോഴും ആളുകൾ അവിടെ ഉണ്ട്. അതായത് അവർ വരുമ്പോൾ ഞാൻ അവരോട് പ്രത്യേകമായിട്ട് നമ്മുടെ സെക്യൂരിറ്റിനോടൊക്കെ പ്രത്യേകമായിട്ട് പറയും ചെയ്തിരുന്നു. അതായത് നമ്മുടെ ഈ അതിഥികളായിട്ട് വരുന്ന സഹോദരിമാർക്ക് നമ്മൾ ചായയും അതുപോലെ തന്നെ പലഹാരമൊക്കെ നൽകണമെന്ന് പ്രത്യേകമായിട്ട് പറയും ചെയ്തിരുന്നു. അതൊക്കെ അവർ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് നോമ്പിന്റെ ഒരു പുണ്യമാസത്തിൽ കൂടിയാണ് ഇസ്ലാം മത വിശ്വാസികൾ നിൽക്കുന്നത് അല്ലേ? തീർച്ചയായും റമളാൻ എന്ന് പറയുമ്പോൾ സഹാനുഭൂതിയും കാരുണ്യവും അതുപോലെ പരസ്പരം ചേർന്ന് നിൽക്കലും പരസ്പര സ്നേഹമൊക്കെ ചേർന്നതാണ്. അപ്പൊ ഈ നോമ്പ് ഈ റമളാൻ വിശ്വാസികൾ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ. റമളാനിന്റെ ഈ ഗുണങ്ങൾ നമ്മുടെ സഹോദര സമുദായങ്ങൾ കൂടി അനുഭവിക്കാനുള്ള ഒരു അവസരമായിട്ട് മാറണം. അതുകൂടിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു സഹകരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. രാവിലെ മുതൽ സാധാരണ സുബഹി കഴിഞ്ഞാൽ പിന്നെ ലുഹറിന് വരുന്നതായിരിക്കും, റൂമിലൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് ഫുള്ള് വൈകുന്നേരം വരെ ഇവിടെ തന്നെയൊക്കെ ഉണ്ടാവും. രാവിലെ നമ്മുടെ ചില മാധ്യമ പ്രവർത്തകർ അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വന്നത്. രാവിലെ ഞാൻ കുറച്ച് നിങ്ങൾ പറഞ്ഞ മാതിരി റമളാനിൽ കുറച്ച് വൈകിട്ടാണ് ഞാൻ വരാറുള്ളത്. പക്ഷെ അത്യാവശ്യമായിട്ടൊന്ന് വരണം, നമുക്കൊന്ന് രണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞപ്പോൾ ഞാൻ വന്നതാണ്. അതാണ് മാധു പാളയം ഇമാം VP സുഹൈബ് മൗലവി പറയുന്നത്. ഇവിടെ നോക്കൂ, എത്ര മനോഹരമായത്. പാളയം ജുമാ മസ്ജിദിന്റെ നേരെ ഫ്രണ്ടിൽ പൊങ്കാലയിടുന്ന ഒരു വിശ്വാസികൾ. നമുക്ക് കേരളത്തെ ലോകത്തിന് മുമ്പിൽ പറയാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയ ഉദാഹരണം നോക്കൂ. നേരെ പള്ളിയുടെ നേരെ എൻട്രൻസിൽ
കുറേ അധികം ആളുകൾ അവർ പൊങ്കാലയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. പള്ളിയുടെ ഫ്രണ്ടിലാണ് പൊങ്കാല ഇടുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി. അതെ അതെ, കുറെ വർഷങ്ങളായി ഈ പള്ളിയുടെ പടിക്കലാണ് പൊങ്കാല ഇടുന്നത്. അങ്ങനെയാണോ? അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ വിളിക്കും, ഞങ്ങൾക്ക് സ്ഥലം പിടിച്ചിടണമെന്ന് പറയും. അപ്പോൾ ഇത്രയും പേർക്കുള്ള സ്ഥലം, അപ്പം 20 പേര് 18 പേര് അങ്ങനെയാണ് ഞങ്ങളൊരു ബസ്സിനാണ് വരുന്നത്. അപ്പോൾ അത്രയും പേർക്കുള്ള സൗകര്യം ഇവിടെ ഒരുക്കി വെക്കും. അപ്പം ഞങ്ങൾ വരുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും പള്ളിക്കകത്ത് ഒരുക്കി തരുന്നുണ്ട്. ഇവിടെ അങ്ങ് യാദൃശികമായി പള്ളിയുടെ മുമ്പിൽ വന്നതാണോ അതോ യാദൃശ്യമായിട്ട് ഒരു വർഷം, ഇപ്പൊ ഞാൻ 19ാമത്തെ വർഷത്തെ പൊങ്കാലയാണ് എൻ്റെ ഇത്. അപ്പൊ ആദ്യത്തെ വർഷം വന്നപ്പോ ഒരു ജീപ്പിനാണ് ഞങ്ങൾ വന്നത്. എവിടുന്ന ചേച്ചി? അപ്പൊ ഞങ്ങൾ പത്തനംതിട്ട മല്ലപ്പള്ളി താലൂക്ക് എഴുമറ്റൂര് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ അന്ന് വന്നപ്പം ഇവിടെ ഉസ്താദുമായിട്ട് നേരിട്ട് കയറി പരിചയപ്പെട്ടു. അപ്പം പറഞ്ഞു ശരി, അടുത്ത വർഷം നമുക്ക് കാണാമെന്ന് പറഞ്ഞു. പിറ്റേ വർഷം അതേ സമയമായപ്പം ഫോൺ വിളിച്ചു. ഉടനെ പറഞ്ഞു ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഉസ്താദിനെ ഫോൺ വിളിച്ചു ഉടനെ തന്നെ. അന്ന് ഏതാ ഉസ്താദ് ഓർക്കുന്നുണ്ടോ? അന്നത്തെ ഉസ്താദ് ഇതല്ലായിരുന്നു. ഇതല്ല, ഇവർ ഇവിടെ മാറും. പേരൊന്നും ഓർമ്മയുണ്ടാവില്ല. പേര് എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് ഉസ്താദിനെ വിളിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ സൗകര്യമാണ്. അപ്പം റെഡി, ഇനി പോരാൻ പറയും. എത്ര പേരുണ്ടെങ്കിലും പോരാൻ പറയും. പിറ്റേ വർഷം വന്നപ്പോ 50 പേര് വന്നു. അവരും അപ്പൊ ഈ പടിക്ക തന്നെയാണ് പൊങ്കാല ഇട്ടത്. അതായത് 19 വർഷമായിട്ട് ഈ പാളയം പള്ളിയുടെ മുമ്പിലാണ്. ഒരു വർഷം മുടങ്ങാതെ ഈ വർഷവും വന്നിടാനുള്ള ഭാഗ്യം ഉണ്ടായി. അത് ഈ പള്ളിയിലെ ചേച്ചി മാത്രമേ ഉള്ളൂ അതോ ഈ ടീമല്ല? ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പം 17 പേരും വന്നിട്ടുണ്ട്. 17 പേരും ഇവിടെ തന്നെയാണ് പൊങ്കാലയിടുന്നത്. അത് നോക്ക്, എന്തൊരു അത്ഭുതമാണ്. അല്ലെങ്കിൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്ന 19 വർഷമായി പാളയം പള്ളിയുടെ മുമ്പിൽ മാത്രം പൊങ്കാലയിടുന്ന ഒരു ആറ്റുകാലമ്മയുടെ വിശ്വാസി, അതും പള്ളിയിലെ ഇമാമിനെ ഫോൺ വിളിച്ചു പറഞ്ഞ് ഈ സ്ഥലം ബുക്ക് ചെയ്തു എന്നാണ് അവർ. ചേച്ചിയുടെ പേര് ചോദിച്ചില്ല. ഗോമതി അമ്മ പറയുന്നത്. ഒരു വർഷം എനിക്ക് പുതിയതായിട്ട് ഒരാളിനെ കൂടെ കൂട്ടുകിട്ടി. മരുമോളാണോ? അല്ല, ഇവിടെ വന്നപ്പം എന്നോട് വന്ന് ചോദിച്ചാൽ എനിക്കൊരടുപ്പും കൂടി പിടിക്കാമോ എന്ന്. ഓ ശരി, ഓക്കെ, ഞങ്ങളുടെ അടുക്ക തന്നെ തരാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ സൗകര്യം. എവിടുന്നാ? ഞാൻ ഇവിടെ തിരുവനന്തപുരം തന്നെ, കല്ലറ. ഇവിടെ ഇന്ന് എത്തിയ യാദൃശ്യമായിട്ട് പള്ളിയുടെ മുമ്പിലെത്തി? അതെ, യാദൃശികമായിട്ട് ചേച്ചിയാണ് എന്നെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്റെ മനസ്സിൽ ഈ പരിസരമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അത് തന്നെ കിട്ടി. അത് തന്നെ കിട്ടി. വർഷം വിടാറുണ്ടോ? അതെ, ഇടയ്ക്കൊക്കെ മുടങ്ങാറുണ്ടെങ്കിലും ശരി, ഇന്ന് കണ്ടതിൽ ഏറ്റവും ഹൃദയം നിറയ്ക്കുന്ന വാക്കുകളാണ്, ഇന്ന് കേട്ടതിൽ ഏറ്റവും ഹൃദയം നിറയ്ക്കുന്ന വാക്കുകളാണ് നമുക്ക് അവിടെ നിന്ന് കേൾക്കാൻ കഴിയുന്നത്. എല്ലാ കാലത്തും നമ്മുടെ നാട് ഇത്രമേൽ സ്നേഹത്തോടു കൂടി, പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തോടും സൗഹാർദ്ദത്തോടും കൂടി തുടരട്ടെ എന്നുള്ളതാണ് ഈ ദിവസവും നമുക്ക് പറയാനുള്ളത്.